എൻ്റെ പേര് ടോം, വൈഫ് ജെറി, ടോം ആൻഡ് ജെറി. ഞാനൊരു അമ്പലപ്പുഴക്കാരനാണ്. ഒരു ചെറിയ ഒരു എഴുത്തുകാരനാണ്. ഒരു പബ്ലിക്കേഷൻ്റെ എഡിറ്ററായിരുന്നു. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തൊരു വലിയ കാര്യം, ഒരുപക്ഷെ അത് കേൾക്കുന്നവർക്ക് അവിശ്വസനീയമായിട്ട് പോലും തോന്നിയേക്കാം. അത്രത്തോളം വലിയൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനും വൈഫും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത്. ഞാൻ കടുത്ത ഈശ്വരവിശ്വാസിയൊന്നും ആയിരുന്നില്ല. യുക്തിക്കായിരുന്നു ജീവിതത്തിലെ പ്രാമുഖ്യം. വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുർബാനയ്ക്ക് പോകും, ചിലപ്പോഴൊക്കെ കുർബാന സ്വീകരിക്കും, വർഷത്തിലൊരു 4-5 തവണ കുമ്പസാരിക്കും. അതിനൊക്കെ അപ്പുറം എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാലില്ല. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കിഷ്ടപ്പെട്ടൊരു തൊഴിലെന്നുള്ള നിലയ്ക്കാണ് ഈ എഴുത്തിനെ തിരഞ്ഞെടുത്തത്. ഏകദേശം ഒരു 4 വർഷം മുമ്പ് പാരമ്പര്യമായിട്ട് നോൺ ആൽക്കഹോളിക് ക്രോണിക് ലിവർ സിറോസിസ് എന്നെ പിടികൂടി. ഇപ്പോൾ നമ്മൾ കാണുന്ന ശരീരത്തിൻ്റെ ഒരു ഇരട്ടിയോളം ശരീരം ഉണ്ടായിരുന്നു ആ കാലത്തേക്ക്. അന്ന് ആരോഗ്യത്തിൻ്റെ പുറത്ത് അതൊന്നും അറിഞ്ഞില്ല. ആദ്യം കാലിൻ്റെ മസിൽ പിടിക്കുമായിരുന്നു, വേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമായിരുന്നെങ്കിൽ അതൊന്നും വകവച്ചില്ല. നോൺ ആൽക്കഹോളിക് ആയതുകൊണ്ട് അത് ശരിയാവും എന്ന് മറ്റുള്ളവർ പറയുകയും ചെയ്തു. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. അമ്മ ലിവർ സിറോസിസ് വന്ന് മരിച്ചുപോയ വ്യക്തിയാണ്. എൻ്റെ മൂത്ത ജ്യേഷ്ഠനുമുണ്ട് ലിവർ സിറോസിസ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ 5 ആണുങ്ങളാണ്. അതിൽ ഞാൻ 2ാമത്തെ മകനാണ്. അപ്പോൾ ഏകദേശം ഒരു 4 വർഷം മുമ്പ് ഒരു വലിയ ദൈവിക അനുഭവം എനിക്കുണ്ടായി. ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥന. വൈഫ് എന്നെപ്പോലെ അല്ല കേട്ടോ. അവൾ മുഴുവൻ സമയം കിട്ടുന്ന സമയം അത്രയും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്, ആരെങ്കിലും അവളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഉപവാസം എടുത്ത് പ്രാർത്ഥനയും മുട്ടുകുത്തി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ സമയത്ത് ഞാനൊരു ദിവസം ആലപ്പുഴ, അവിടെ അമ്പലപ്പുഴയിലാണ് എൻ്റെ വീട്. ഞാൻ ആലപ്പുഴയിൽ വൈഫിൻ്റെ വീട്. ഞാൻ ജോലിയുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ആലപ്പുഴയ്ക്ക് പോയിട്ട് വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞു. ഞാനും കൂടെ അതിൽ പങ്കെടുത്തു. അവസാനം മോന് ബ്ലെസ്സിങ് മേടിക്കാൻ വേണ്ടിയിട്ട് 2 മക്കളെ അവൾ എൻ്റെ അടുത്തോട്ട് അയക്കാറുണ്ട് വൈഫ്. അത് കുട്ടിക്കാലം മുതലുള്ള ശീലമാണ്. തലേ കൈവച്ച് അവരെ അനുഗ്രഹിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്ന് സ്തുതി തന്നു. ഞാനും സ്തുതി പറഞ്ഞ്, കർത്താവിനെ സ്തുതി പറഞ്ഞ്. അത് കഴിഞ്ഞപ്പോൾ നെഞ്ചിനകത്ത് നെഞ്ച് പൊട്ടുന്നത് പോലുള്ള വലിയ വേദന വന്നിട്ട് ഛർദ്ദിക്കണമെന്ന് തോന്നി. ഈ വാഷ് ബേസിൻ എടുത്തിട്ട് പോകുന്നതിന് മുമ്പേ ആ മുറി ആകെ രക്തം ഛർദ്ദിച്ചു. പിന്നെ തുടർച്ചയായിട്ട് പിടിച്ച് ഭിത്തിയിൽ നിന്നിട്ട് അങ്ങ് ഛർദ്ദിച്ചിടുകയായിരുന്നു. ബ്ലഡ് ഇങ്ങനെ ഒഴുകി, പച്ച രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു, വായിൽ നിന്ന് ശരീരത്തിൽ നിന്നും എല്ലാം. എൻ്റെ വൈഫ് ഇത് കണ്ട് പരിഭ്രാന്തയായി. പെട്ടെന്ന് പേടിച്ചു പോയെങ്കിലും എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. കൊന്ത ചൊല്ലി എഴുന്നേറ്റതല്ലേ ഉള്ളൂ. പരിശുദ്ധ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വിശുദ്ധ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ജപമാല എൻ്റെ അമ്മ എനിക്ക് തന്നതായിരുന്നു. ആ ജപമാല എടുത്ത് ടോമേൻ്റെ കഴുത്തിലോട്ട് ഇട്ട് കൊടുത്തു. പരിശുദ്ധ അമ്മയെ നോക്കിക്കോളണേ എന്നും പറഞ്ഞ്. അത്ഭുതകരമായിട്ട് ആ നിമിഷം ആ എടുത്തടിച്ച പോലെ ഛർദ്ദിച്ചുകൊണ്ടിരുന്നത് നിന്ന്, പിന്നെ ജസ്റ്റ് വായിന്ന് നമ്മളായിട്ട് പോയി തുപ്പുമ്പോഴത്തേക്ക് മാത്രം വരുന്ന പോലെയായി. അപ്പോഴത്തേക്ക് ശരിക്കും ബ്ലഡ് കണ്ടപ്പോൾ പേടിച്ചു പോയി പെട്ടെന്ന്. കാരണം അമ്മ മരിച്ച് ഇത് കണ്ട് ഒരു 2 വർഷമേ ആയുള്ളൂ. അപ്പോഴത്തേക്ക് ടോമേട്ടൻ പിന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, നേരെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്ന് വാഷ് ചെയ്ത്. പെട്ടെന്നും ബ്ലീഡിങ് ഉണ്ടായ ലിവർ സിറോസിസുകാർക്ക് ബ്ലീഡിങ് ഉണ്ടായാൽ നിൽക്കത്തില്ല. അപ്പം അതിനുള്ള പെട്ടെന്ന് മെഡിസിനൊക്കെ കൊടുത്ത് ICUലാക്കി. അത് 2-3 മാസം അങ്ങനെ തുടർന്ന് എല്ലാ മാസവും ചെക്കപ്പിന് ചെല്ലും.
ഓരോ തവണ എൻഡോസ്കോപ്പി ചെയ്യും, അപ്പോഴത്തേക്ക് പിന്നെയും ബ്ലഡ് വരും. ഇതുപോലെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്ന് 2016 ഒക്ടോബറിൽ തുടങ്ങിയ ഇതാണ്. പിന്നെ എല്ലാ മാസവും നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി വരെ എല്ലാ മാസവും ഒരാഴ്ച 2 ആഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വരും. ബ്ലഡ് ഛർദ്ദിച്ച് കൊണ്ടുപോകേണ്ടി വരും. അതും അന്ന് അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്നല്ല എറണാകുളത്തുള്ള പ്രമുഖമായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. കേരളത്തിലെ എല്ലായിടത്തൊന്നും റെഫർ ചെയ്യുന്നത് ഫീസ് ഞങ്ങളെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോഴത്തേക്ക് നല്ല എമൗണ്ട് നമുക്ക് പോകാറുണ്ടായിരുന്നു. ഏറ്റവും ആദ്യം ഞാൻ എടുത്ത് ബൈബിളാണ് എടുത്ത് വെക്കുന്നത് ബാഗിനകത്ത്. കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നത് എന്ന് പറഞ്ഞ്, പിന്നെ ബ്ലസ് ചെയ്ത വെള്ളം, യേശുനാമത്തിൻ്റെ ശക്തി എന്നും പറഞ്ഞ് സെഹിയോനിലൊരു ബുക്കുണ്ട്. ആ ബുക്ക് ടോമേട്ടൻ്റെ ദേഹത്ത് എപ്പോഴും വെച്ചേക്കും. ലിവറുള്ള ഭാഗത്ത് അത് ചേർത്ത് വെച്ചിട്ടാണ് ഞാനെപ്പോഴും എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് പോകുമ്പോഴത്തേക്കൊക്കെ അത് പാൻറ് ഇടുമ്പോഴത്തേക്ക് പാൻറ്റിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വെച്ചിട്ട്, അങ്ങനെ കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇപ്പം ടോമേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഈശോയുടെ സ്നേഹം, കാരുണ്യം ഒക്കെ ഞങ്ങൾ അനുഭവിച്ചത് കൊണ്ട് ഞങ്ങൾക്കറിയാത് എത്രത്തോളം. അമ്മയ്ക്ക് ലിവർ സിറോസിസ് ഉണ്ടായിരുന്നതുകൊണ്ട്, അമ്മ ബ്ലഡ് ഒമിറ്റ് ചെയ്ത് മരിച്ചത് കൊണ്ട് നമ്മളത് കണ്ട് ആ ബ്ലഡ് ഒമിറ്റ് ചെയ്തപ്പോഴേ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. എപ്പോഴും കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടറിൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു, എന്തുകൊണ്ടാണ് ടോമേട്ടൻ മദ്യപിക്കത്തില്ല? ഇപ്പോൾ അമ്മയ്ക്ക് സിറോസിസ് വരാൻ കാരണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് അമ്മ ഒത്തിരി മെഡിസിൻ കഴിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടന് വന്നപ്പോഴത്തേക്ക് പറഞ്ഞു, ചേട്ടൻ ചെറുതായിട്ട് വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ മദ്യപിച്ചിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ടോമേട്ടന് വന്നപ്പോഴത്തേക്ക് ടോമേട്ടന് മദ്യപാനം ഇല്ല, ടാബ്ലറ്റ് കഴിക്കുന്നില്ല, ഇതൊന്നും പുറത്തൊന്നും ഫുഡ് കഴിക്കുന്നില്ല. ഇങ്ങനെ ഒരാൾക്ക് എങ്ങനെ, എന്തുകൊണ്ട് എന്ന് ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞാൽ ഇത് പാരമ്പര്യമായിട്ടുണ്ടാകാം, അങ്ങനെ ഉണ്ടായതാണ്. അപ്പം നമ്മൾക്ക് അപ്പോഴാണ് ടോമേട്ടനാകെ തളർന്നു പോയത്. അല്ല, ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ ശരീരത്തെക്കുറിച്ച് കുറേയേറെ അഹങ്കരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. വല്ലാതെ അഹങ്കരിച്ചിട്ടുണ്ട്. മറ്റുള്ളവരൊക്കെ നോക്കുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ഒന്ന് മസിലൂടെ ഒന്ന് പിടിച്ച് കാണിക്കുന്നൊരു ഇവരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അവസാനം വന്നിട്ട് മസിലുമൊക്കെ ഈ വൃദ്ധരുടെ പോലെ തൂങ്ങിയാടാൻ തുടങ്ങി. ചുരുങ്ങിയെന്ന് മാത്രമല്ല, ഒരു ഭിത്തിയെ പിടിക്കാതെ അടുത്ത ഭിത്തി വരെ, അല്ലെങ്കിൽ ടോയ്ലറ്റിലോട്ട് പോകണ ഭിത്തിയെ പിടിച്ച് പോകേണ്ടതായിട്ട് വന്നു. ഒരു പടി കയറണമെങ്കിൽ ഭാര്യയുടെയോ മകൻ്റെയോ ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് വേണ്ടി വരുന്നു. അപ്പോൾ ഒന്നും അല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തി തന്ന ദൈവം. 2016 മാർച്ച് മാസം 23-ാം തീയതി ചേച്ചിയുടെ മോൻ്റെ കല്യാണം ബാംഗ്ലൂരിൽ വെച്ചുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ചേച്ചി പറഞ്ഞിട്ട് മക്കളെങ്കിലും വിടണേന്ന് പറഞ്ഞ് മക്കളെ വിട്ടു. അപ്പം മക്കൾ പോയി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക്, ഒരു ദിവസം രാത്രി 2 മണിയായപ്പോഴത്തേക്ക് ടോമേട്ടൻ അങ്ങ് എഴുന്നേറ്റിട്ട് വായിന്ന് ഇതാക്കിയപ്പോഴത്തേക്ക് ഒമിറ്റ് ചെയ്യുന്നില്ല, പക്ഷേ എന്നാലും വരുന്നത് മുഴുവനും ബ്ലഡാണ്. ഇത് കണ്ടപ്പോഴത്തേക്ക് മോനുള്ളപ്പോൾ എനിക്കൊരു ധൈര്യമായിരുന്നു, എന്തായാലും അവനും കൂടെ ഉണ്ടെന്ന്. ഇത് കണ്ടപ്പോഴത്തേക്ക് പിന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമോ, പരിശുദ്ധ അമ്മേ ഈശോയെ സൗഖ്യപ്പെടുത്തണേന്ന്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, കാരണം ലിവർ സിറോസിസ് ആയിക്കഴിഞ്ഞാൽ ലിവർ ഒരിക്കലും റിക്യൂർ ആവുകയില്ല. പിന്നെയും ഇപ്പോൾ ഉള്ളത് നിലനിർത്താം, അതിന് എന്നല്ലാതെ അതിന് റിക്യൂർ ആകാൻ മെഡിസിൻ ഇല്ല, പ്രത്യേകിച്ച് നോൺ ആൽക്കഹോളിക് ആയതുകൊണ്ട്. ആൽക്കഹോളിക് ആണെങ്കിൽ അത് നിർത്തിക്കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പിന്നെയും റിക്യൂർ ആവും. ഇത് നോൺ ആൽക്കഹോളിക് ആയതുകൊണ്ട് ഒരു ചാൻസും ഇല്ല, നിങ്ങൾ സൂക്ഷിക്കുക എന്ന് മാത്രം. എല്ലാ മാസവും വന്ന് ചെക്കപ്പ് ചെയ്യുക, അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക എന്ന്. അപ്പം അത് കുറേ ദൈവത്തിൽ ആശ്രയിച്ച് എൻ്റെ ഡോക്ടർ ഓരോ കാര്യം പറയുമ്പോഴും എൻ്റെ മനസ്സിൽ പറയുന്നത്, എൻ്റെ ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. എൻ്റെ ഈശോ, നമ്മൾ ഓരോ സാക്ഷ്യങ്ങളും എപ്പോഴും ഞാൻ ശാലോം വെച്ചുകൊണ്ടിരിക്കുന്ന, ജോലി ചെയ്യുമ്പോഴൊക്കെ ശാലോമിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് ഓരോരുത്തരുടെ അച്ഛന്മാരുടെ ടോക്ക് അതിങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കുന്ന വീട്ടിൽ. അപ്പം നമുക്ക് ആ ഓരോരുത്തരുടെ അനുഭവം സാക്ഷ്യങ്ങൾ കേട്ട് മനസ്സിന് ഭയങ്കര എന്തോ ധൈര്യമായിരുന്നു.
ഡോക്ടർമാർക്ക് എൻ്റെ അടുത്ത് ഓരോ കാര്യം പറയാൻ വിഷമമായിരുന്നു. ആരെങ്കിലും വിളിക്കുക, ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കണം, അങ്ങനെയാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് പറയാൻ വേറെ ആരുമില്ല, ഇപ്പം ഇവിടെ ഞങ്ങൾ എറണാകുളത്ത് ഞങ്ങൾ തന്നെ ഉള്ളു. എൻ്റെ സഹോദരങ്ങളെല്ലാവരും ദൂരെയാണ്. ടോമേറ്റിൻ്റെ സഹോദരങ്ങൾക്കും വരാൻ പറ്റുന്ന അവസ്ഥയാണ്. ഡോക്ടർ എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞു. കാരണം ഞാൻ എന്തും ഡോക്ടർ പറയുമ്പോഴൊക്കെ എൻ്റെ ജപമാലയിൽ ക്രൂശിത രൂപത്തെ ഈശോയെ ചേർത്ത് പിടിച്ചാണ് ഞാൻ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈശോ എനിക്ക് ഓരോ തവണയും തളർന്നു പോകാതെ എൻ്റെ മനസ്സിന് ധൈര്യം തന്ന് കർത്താവ് കൂടെയുണ്ട്, എൻ്റെ ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല, ആ ഒരു ബോധ്യം എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു. ചേച്ചിമാർ വിളിച്ചിട്ടും ചോദിക്കും, എടി നീ എങ്ങനെ തളർന്നു പോകരുത്, നീ എങ്ങനെ ധൈര്യം. ഞാൻ അവരോട് പറയും എൻ്റെ ഈശോ ലാസറിനെ ഉയർപ്പിച്ച ഈശോയാണ്, ടോമേറ്റിനൊന്നും വരത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ. അപ്പോഴാണ് അവർക്ക് പോലും ഒരു ആശ്വാസം കിട്ടുന്നത്. കാരണം ഞാൻ തന്നെ ആയതുകൊണ്ട് അവർക്കും അവിടെ ഇരുന്ന് വിഷമമാണ്. ചേച്ചിയൊക്കെ വചനങ്ങളൊക്കെ പറഞ്ഞു തരും. ഏറ്റവും കൂടുതൽ ആ രോഗികളുടെ നാഥൻ എന്നും പറഞ്ഞ ആ ഒരു ബുക്കിൽ ആ ഈശോയോട് ആ മുഖം, ഈശോയുടെ തിരുമുഖത്തിൻ്റെ മുഖം ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു, അങ്ങനെ തന്നെയാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. സൗഖ്യമാകാൻ സാധ്യതയുണ്ടെന്നല്ല, സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പം എനിക്കറിയാം എൻ്റെ ഈശോയെ എന്ന് വിളിച്ചാൽ ഈശോ ആ സമയത്ത് ഓടി വന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നു. കാരണം എന്തെങ്കിലും സംഭവിക്കാനാണെങ്കിൽ ആദ്യത്തെ ബ്ലഡ് ഒമിറ്റ് ചെയ്ത സമയത്ത് തന്നെ ടോമേറ്റിന്, കാരണം അതുപോലെ ബ്ലഡ് ഒരു 4-5 ലിറ്ററെങ്കിലും ബ്ലഡ് പോയിട്ടുണ്ട് ടോമേറ്റിൻ്റെ ശരീരത്തിൽ നിന്ന്. അപ്പം അന്ന് രാത്രി വന്നപ്പോഴത്തേക്ക് ആ രാത്രിയിൽ ഞങ്ങൾ ടോമേറ്റിനാകെ തളർന്നുപോയി. ബ്ലഡ് കണ്ടപ്പോഴത്തേക്ക് മക്കളും ഇല്ല, എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ ഇത്രയും മാസവും കൊണ്ടുവന്നിട്ടും അത് മാറുന്നില്ല. ഇപ്പം ഞാൻ ടോമേറ്റിൻ്റെ അടുത്ത് ചോദിച്ചു, ടോമേറ്റിന് അട്ടപ്പാടിയിൽ വരാനായിട്ട് മനസ്സുണ്ടോ, നമുക്ക് പോകാമെന്ന്. ടോമേറ്റിന് ആദ്യം ഒന്ന് പകച്ചു പോയി. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞ്, നിനക്കറിയാൻ പാടില്ല അവിടുത്തെ ചുരം ഭയങ്കര ഹെയർ പിൻ വളവാ, അതൊക്കെ ഞാൻ ഈ ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്ന എന്നെയും കൊണ്ടുപോയാൽ ഞാൻ പകുതി പോലും എത്തത്തില്ല, അതിനു മുമ്പേ എനിക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ടോമേട്ട വിഷമിക്കേണ്ട, നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഈശോ ചില സ്ഥലങ്ങളുണ്ട് ബ്ലെസ് ചെയ്ത് തിരഞ്ഞെടുത്ത സ്ഥലം, എൻ്റെ മനസ്സിലിപ്പോൾ അങ്ങനെ തോന്നുന്നത് കൊണ്ട് ഞാൻ പറയുക, നമുക്ക് പോവാം. അപ്പം ടോമേറ്റിന് പേടി, ടോമേറ്റിൻ്റെ സഹോദരങ്ങൾ വഴക്ക് പറയുമോ, മറ്റുള്ളവർ വഴക്ക് പറയുമോ. കാരണം 5 ദിവസത്തെ ധ്യാനം കൂടാനായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചത്. അപ്പം ഈ 5 ദിവസം ടോമേറ്റിന് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ ടോമേറ്റിന് അത് മനസ്സിലാക്കുന്നില്ലായിരുന്നു. കാരണം ഈ അവസ്ഥയിൽ നേരെ അവിടെ പോയ ഒരു നല്ല ആശുപത്രി പോലും ഇല്ല അട്ടപ്പാടിയിൽ. എത്രയോ കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ എന്തേലും ഒന്ന് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കൂടെ ഈശോയുണ്ട്, ജീവിക്കുന്ന ഈശോയുണ്ട്, പരിശുദ്ധ അമ്മയുണ്ട് നമ്മുടെ കൂടെ, ടോമേറ്റിനൊന്നും വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക്, എപ്പോഴും ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമോ, ടോമേറ്റിനൊന്നും പറഞ്ഞില്ല. ഒരു 5:30 ആയപ്പോഴത്തേക്ക് ടോമേറ്റൻ പറഞ്ഞു, എന്നാൽ ശരി പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് എനിക്ക് ടോമേറ്റിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡൊക്കെ ഉണ്ടാക്കി സാധാരണ ട്രെയിനിൽ കയറി പാലക്കാട് ചെന്ന് ഉലവക്കോട് ചെന്ന് അവിടെ നിന്ന് സാധാരണ ബസ്സിൽ ഈ അവസ്ഥയിൽ അവിടെ കൊണ്ടുവന്ന് അട്ടപ്പാടിയിൽ കൊണ്ടുവന്ന് ഇറങ്ങുമ്പോഴും ബസ്സിൽ നടക്കുമ്പോഴും ഒക്കെ വായിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. അപ്പോഴും ടോമേട്ടൻ ഇതൊന്നും ഇപ്പോൾ ഓർക്കണ്ട, ടോമേട്ടനൊന്നും ഓർക്കണ്ട, ടോമേട്ടൻ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് തന്നെ ഞാൻ കൊണ്ടുപോകുമായിരുന്നു. അവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞ്, കാരണം 2:45, 2:30 വരെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ബുക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ചെന്താ, എനിക്ക് അവിടുത്തെ പ്രൊസീജിയർ ഒന്നും അറിയില്ലായിരുന്നു. ചെന്ന് സാധാരണ ധ്യാന കേന്ദ്രങ്ങളിൽ ചെല്ലുന്ന പോലെയാണെന്നുള്ളതായിരുന്നു. പക്ഷേ അവിടെ നേരത്തെ 2 ആഴ്ചയ്ക്ക് മുമ്പേ ബുക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അറിയാവുന്നത്. അവിടെ ഇപ്പം പറഞ്ഞ് പറ്റത്തില്ല. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ആൾക്കാരും ഒത്തിരി കൂടുതലായിരുന്നു. അപ്പം അവിടുത്തെ ഓഫീസിൽ പറഞ്ഞ് അക്കോമഡേഷൻ ഒട്ടും ഇല്ല, കാരണം നല്ല തിരക്കാണ്. അച്ഛൻ്റെ അടുത്ത് പ്രത്യേകം പെർമിഷൻ വാങ്ങിക്കുക, അച്ഛൻ തരുമെന്ന് തോന്നില്ല, അതുപോലെ ആയി കൂടുതലാണ് ഇത്തവണയെന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ ഞാൻ സർട്ടിഫിക്കറ്റ് കാണിച്ച, അച്ഛാ ഞാൻ എറണാകുളത്തുനിന്ന് വരുന്നതാ, ഇത് ലിവർ സിറോസിസ് ആണ്, ബ്ലഡാണ് വരുന്നത് എന്ന് പറഞ്ഞ് അച്ഛൻ്റെ കാല് പിടിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ മുഖം കണ്ടപ്പോഴത്തേക്ക് പിന്നെ അച്ഛൻ പറഞ്ഞ്, വട്ടയാലച്ഛനല്ലായിരുന്നു, മറ്റേ ആൻ്റണി അച്ഛനായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ശരി നിങ്ങൾ
നിന്നോ 5 ദിവസത്തെ ധ്യാനം കൂടിക്കോ എന്നും പറഞ്ഞ് അച്ഛൻ തന്നെ പ്രത്യേകം അവിടെ ഒരു ഇതൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ തന്ന് അങ്ങനെ പെർമിഷൻ തന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും എനിക്കറിയില്ലായിരുന്നു അവിടെ 2 സെപ്പറേറ്റ് ആണ് അക്കോമഡേഷൻ എന്ന്. പക്ഷേ അച്ഛൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ എവിടെയാണ് റൂമെന്നാണ് ചോദിച്ചത്. അവിടെ റൂം ഇല്ല, 2 സെപ്പറേറ്റ് ആണ് താമസമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും വിഷമിച്ചു പോയി. കാരണം ഈ അവസ്ഥയിൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രദ്ധ വേണം, എപ്പോഴാണ് എന്ത് സംഭവിക്കുന്നതെന്ന് അറിയില്ല, അങ്ങനെ മാറി നിൽക്കാൻ പാടില്ല. അപ്പം ഞാൻ അത് അച്ഛൻ്റെ അടുത്ത് കാല് പിടിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് എന്ത് വിശ്വസിച്ചാൽ നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ ഈ ബ്ലഡ് ഒമിറ്റ് ചെയ്യുന്ന ആളെയും കൊണ്ട് ഇവിടെ വന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് അച്ഛാ ഈശോ സുഖമാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ആ ഈശോയിൽ വിശ്വസിക്ക്, ഈശോ സുഖപ്പെടുത്തും എന്ന് പറഞ്ഞ്. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആ ഈശോയിൽ വിശ്വസിച്ച് ഈശോയെ ഞാൻ ഈശോയുടെ കരങ്ങളിലേക്ക് ഞാൻ ടോമേറ്റിനെ തരിക എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ലേഡീസിൻ്റെ അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോഴത്തേക്ക് ടോമേറ്റിന് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ പറഞ്ഞില്ല ടോമേട്ട ഈശോ സുഖപ്പെടുത്തും എന്ന് ടോമേറ്റിനെ ധൈര്യപ്പെടുത്തിയേച്ചുമാണ് ഞാൻ അങ്ങോട്ട് ഇതായത്. ചെറിയുടെ മുറിയിലോട്ട് പോയി എൻ്റെ ബാഗ് എടുത്ത് എന്നെ അവിടെയുള്ള ഒരു ബ്രദറ് ഡോർമെറ്ററി കൊണ്ടുവന്നാക്കി കഴിഞ്ഞ് എനിക്ക് വല്ലാത്ത ശരിക്കും പേടിയുണ്ടായിരുന്നു. രാത്രിയിൽ കിടന്ന ഉറക്കമൊന്നും വന്നില്ല. ഒരു 10-11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വായിൽ പതുക്കെ ബ്ലഡിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ തുടങ്ങി. നമ്മൾ കുറച്ച് നേരമൊക്കെ അത് സഹിച്ച് നിന്നു. ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും വായിൽ നിറച്ച് ചോരയായി. അപ്പോൾ ഞാൻ കർത്താവേ വന്നത് കുരിശായോ കുഴപ്പമായോ എന്ന് വിചാരിച്ച് രാത്രിയിലെ ഡോർമെറ്ററിയിൽ നിന്നൊരു ഇതിൽ ഇറങ്ങി വാഷ് ബേസിന് വന്നിട്ട് ബ്ലഡ് തുപ്പിയപ്പോഴേ സത്യത്തിൽ കണ്ണു നിറഞ്ഞു പോയി. കാരണം ഉമിനീരായിരുന്നു അത് മുഴുവൻ. ഇത്രയും പെട്ടെന്ന് ഭർത്താവിടെ നിന്ന് ഞാൻ എൻ്റെ യുക്തിബോധമൊക്കെ മരവിച്ചു പോയി. കാരണം വായിലെ രക്തത്തിൻ്റെ രുചി ഞാൻ അറിഞ്ഞതാണ്. ഇവിടെ തുപ്പിയപ്പം ഇതാ ഉമനീര് മാത്രം. സത്യത്തിൽ 2 പേരുടെയും കണ്ണ് നിറഞ്ഞൊഴുകുമായിരുന്നു. കർത്താവിൻ്റെ ആ സ്നേഹവും കർത്താവിൽ വിശ്വസിച്ച് ഈശോയെ എന്നെ ലജ്ജിക്കാനിടയാക്കരുതേ എന്ന് പറഞ്ഞു വന്ന ഈശോ ഇത്ര വേഗം സുഖമാക്കുമെന്ന് 2 പേരും വിചാരിച്ചില്ല. ഇവളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാർത്ഥനയുടെ ഒരു ജീവിതം നയിക്കുന്ന ആളാണ്. ഞാൻ അങ്ങനെ അല്ലായിരുന്നു. അതുവരെ കർത്താവിനെ സംശയിച്ച് നിന്നൊരാളാണ്. പക്ഷെ എന്നെപ്പോലും കർത്താവ് തൊട്ടു എന്ന് പറയുമ്പോൾ അതൊരു വലിയ എക്സ്പീരിയൻസ് അല്ലേ. പൂർവപാപത്തിൻ ശാപം പേറിടുന്നു ഞാൻ, രോഗവും ദുരിതവും നാൾക്കുനാൾ വളരുന്നു. ദൈവത്തിൻ ആത്മാവ് എന്നിൽ നിർവീര്യമായി പാപമെന്നെ പാതാള വഴിയിലെത്തിച്ചു. കരുണ തോന്നണേ. അപ്പോൾ അതുപോലൊരു വലിയൊരു അനുഭവമായിരുന്നു അട്ടപ്പാടി പോയതിന് ശേഷം എനിക്ക് ആദ്യം ഉണ്ടായത്. ഇന്ന് ഈ നിമിഷം വരെ പിന്നെ വായിന്ന് ഇതുവരെ ബ്ലഡ് വന്നിട്ടില്ല. ചെറിയ എന്താ ടൊമേറ്റോ? അല്ല, ഇതിലെ നാട്ടുകാർക്കും ഇപ്പോൾ പലർക്ക് കേൾക്കുന്നവർക്കൊക്കെ വലിയ അത്ഭുതമായിരിക്കും. ടോം ആൻഡ് ജെറി പ്രശസ്തമായ കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ പേര് നമുക്കെങ്ങനെ ഭാര്യയുടെയും ഭർത്താവുമായിട്ട് വന്നു എന്നുള്ളത്.
അത് ശരിക്കും കർത്താവ് തന്നതാണല്ലോ അല്ലേ? കർത്താവ് കൂട്ടിച്ചേർത്തതാണ്. ഞങ്ങള് ശരിക്കും ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവരുടെ ഇടവപ്പള്ളിയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ അവിടെ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പം എൻ്റെ കൂടെ എൻ്റെ ആലപ്പുഴയിലുള്ള ഒരു ചേച്ചിയും അവരുടെ ഭർത്താവും കുട്ടികളും കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ആ സമയത്ത് ആ കുട്ടികളാണ് ആദ്യം ടോം ആൻഡ് ജെറി എന്ന് പറയുന്ന ഈ പേര് വെറുതെ ഇങ്ങനെ പറഞ്ഞു നോക്കി. മറ്റുള്ളവർ ഈ പള്ളിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ ടോം ആൻഡ് ജെറി എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരെയും കളിയാക്കാൻ തുടങ്ങി. ഞങ്ങൾ അതിനു മുമ്പ് പരസ്പരം കണ്ടിട്ടില്ല. പക്ഷെ അവസാനം സിനിമ തിരക്കഥ പൂർത്തിയായുമില്ല. ഒരു പുതിയ കഥ, ടോം ആൻഡ് ജെറി കഥ അത് രൂപപ്പെടുകയും ചെയ്തു. ദൈവത്തിൻ്റെ ഓരോ നിശ്ചയങ്ങൾ. ഇപ്പോൾ ഇങ്ങനെ ആൾക്കാർ കളിയാക്കി നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പരസ്പരം ശ്രദ്ധിച്ചായിരുന്നു. എനിക്കത് കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അപ്പം വീടിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ നല്ല ഫാമിലിയാണ്. 8 മക്കളുടെ ഉള്ളൊരു വീട്. അതിൽ ഡോക്ടർ ജോൺ ഡേവിഡ് ആലപ്പുഴയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ എൻ്റെ വീട് അമ്പലപ്പുഴയിലാണ്. അദ്ദേഹത്തിൻ്റെ 8ാമത്തെ മകൾ, അരുമ മകൾ, ഓമന കുന്തം എന്ന് മലയാളത്തിലൊരു പ്രയോഗമുണ്ട്. അതുപോലൊരു മോള്. അപ്പോൾ അവരും വന്ന് അന്വേഷിച്ചു, ഇങ്ങോട്ടും അന്വേഷിച്ചു. ടോം ആൻഡ് ജെറി. അങ്ങനെ അവസാനം ടോം ആൻഡ് ജെറിയുടെ വിവാഹം നടന്നു. ടോം ആൻഡ് ജെറി. 2 മക്കളാണ് ഞങ്ങൾക്കുള്ളത്. രണ്ടുപേരും പഠിക്കുക, ഒലീവ്, നിഖില്.